നമസ്കാരം, ഞാൻ വി വി ഉണ്ണിത്താൻ. രാഷ്ട്രബന്ധുവിൻ്റെ പുതിയ വാസ്തു വിജ്ഞാനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയുന്നത് നമ്മളെല്ലാ ആളുകളും അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന ചില തെറ്റുകളുണ്ട് വീടുകളിൽ. ഈ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന ഈ തെറ്റുകൾ വളരെ ഗുരുതരമായ വാസ്തു ദോഷത്തിനിടയാക്കും എന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്താനുള്ളതാണ് ഇന്നത്തെ വീഡിയോ. എപ്പോഴും നമ്മൾ ചെയ്യേണ്ട കാര്യം ശുദ്ധമായിരിക്കേണ്ട സ്ഥലങ്ങളൊക്കെ ശുദ്ധമായി തന്നെ ഇരിക്കണം. ഈ ശുദ്ധമാക്കി വെക്കേണ്ട സ്ഥലങ്ങൾ ഏതൊക്കെയാണെന്ന് തിരിച്ചറിയേണ്ടതുണ്ട്. നമ്മൾ വലിയ പഠിപ്പും വലിയ പത്രാസും വലിയ നല്ല ഡ്രസ്സും രീതിയൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇന്നും കേരളീയരൊക്കെ വൃത്തിയിൽ നമ്പർ 1 എന്നൊക്കെ പറയുമ്പോൾ പോലും പല വീടുകളിലും ഈ വൃത്തിയെ പറ്റിയുള്ള ഒരു അറിവുകേടുണ്ട്. ആ വൃത്തിയും വാസ്തുവുമായിട്ട് വളരെ കണക്റ്റഡാണ്. വൃത്തിയായി ഇരിക്കേണ്ട സ്ഥലം വൃത്തികേടായാൽ, അഥവാ യാതൊരു തരത്തിലും മലിനപ്പെടേണ്ട സ്ഥലങ്ങൾ മലിനപ്പെടാതിരിക്കേണ്ട സ്ഥലങ്ങളിൽ മലിനപ്പെട്ടു പോയാൽ, അതും തുടർച്ചയായി മലിനപ്പെട്ടാൽ കടുത്ത വാസ്തുദോഷങ്ങൾ തന്നെയാണ് സംഭവിക്കുക. പ്രധാനമായിട്ടും നമുക്ക് പരിശോധിക്കേണ്ട കാര്യം, ഞാൻ ഒരു 2 മാസം മുമ്പ് കണ്ണൂർ ജില്ലയിലെ ഈ പയ്യന്നൂരിനടുത്തൊരു വീട്ടിൽ വാസ്തു നോക്കാൻ പോയി. അവിടെ ചെല്ലുമ്പോൾ പ്രധാനമായിട്ട് ഞാൻ അവരോട് പറഞ്ഞു, ഈ നിങ്ങളുടെ ഇവിടുത്തെ ഈ ഒരു സിസ്റ്റം വെച്ചിട്ട് അത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം വലിയ കുഴപ്പമൊന്നുമില്ലാത്തൊരു വീടാണ്. സാധാരണ വാസ്തു നമ്മൾ നോക്കുമ്പോൾ മിക്കവാറും ഒരു സാധാരണ കാണുന്ന വീടുകളിലൊരു 60% അല്ലെങ്കിൽ ഒരു 70% വാസ്തു നന്നായി നോക്കി വെക്കുന്ന വീടുകളിൽ വരുന്നത് തന്നെ അപൂർവമാണ്. എന്നാൽ ഈ വീട് കണ്ടു ഒരു 60-70% വാസ്തു ഉണ്ട്. പക്ഷേ വളരെ അവർ വർഷങ്ങളായി പ്രാക്ടീസ് ചെയ്യുന്ന ഒരു പ്രശ്നം അവരെ വളരെ മോശമായി ബാധിച്ചു. അവിടെ ആ വീട്ടിലുള്ള ആളുകൾക്കെല്ലാം ശിരോരോഗങ്ങളാണ്. മിക്കവാറും പേർക്ക് ശിരോരോഗങ്ങളാണ്. അച്ഛനും അമ്മയ്ക്കും മക്കൾക്കും എല്ലാം ശിരോരോഗങ്ങളാണ്. എന്നുവെച്ചാൽ തലയിൽ അസുഖങ്ങളുണ്ടാകുക, മെഡുല ബ്ലങ്കറ്റിൽ അസുഖങ്ങളുണ്ടാകുക, ബ്രെയിനിൽ ഇഷ്യൂസ് ഉണ്ടാകുക. അപ്പോൾ ഞാനവിടെ ചെല്ലുമ്പോൾ അവിടെ കാണുന്ന ഒരു കാഴ്ചയെന്ന് പറയുന്നത്, നിങ്ങൾ ഉൾക്കൊള്ളേണ്ട ഒരു കാര്യം, ഏത് വീടെടുത്താലും ആ വീടിൻ്റെ വടക്ക് കിഴക്ക് ഭാഗവും പരമാവധി കിഴക്ക് ഭാഗവും നേരെ കിഴക്ക് ഭാഗമാണ് ഉദ്ദേശിക്കുന്നത്. വടക്ക് കിഴക്കും നേരെ കിഴക്ക് ഭാഗവും ഏറ്റവും ശുദ്ധിയായി ഏറ്റവും വൃത്തിയായി വയ്ക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനമായ ഭാഗം. അപ്പോൾ ഏറ്റവും ശുദ്ധിയായിട്ട് വയ്ക്കുക എന്ന് പറഞ്ഞാൽ ഈ 2 ഭാഗത്തും, പിന്നെ ഒരു ഭാഗം കൂടിയുണ്ട്, അതേ പിന്നാലെ പറയാം. ഈ 2 ഭാഗത്തും വളരെ ഗൗരവമായ ശുദ്ധി ഉണ്ടാകണം. ഗൗരവം എന്ന് വെച്ചാൽ എത്രത്തോളം ശുദ്ധി ഉണ്ടാകാമോ ആ ശുദ്ധി അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടണം. ആ പയ്യന്നൂരിലെ വീട്ടിലെ വടക്ക് കിഴക്ക് ഭാഗത്ത് ആണ് ഇവരുടെ അടുക്കളയിൽ നിന്നുള്ള മാലിന്യക്കുഴലിൽ പോകുന്ന വടക്ക് കിഴക്ക് ഭാഗത്താണ്. പിന്നെ ഇവർക്കൊരു സ്വഭാവമുള്ളത് പൂച്ചയെ വളർത്തി ഒരു ഇഷ്ടംപോലെ പൂച്ചയുണ്ട്. അത് 1-2 ഒരു 10-20ഓളം പൂച്ച ഞാൻ കണ്ടു അവിടെ. ഇവയ്ക്കെല്ലാം ഭക്ഷണം കൊടുക്കുന്നത് ഈ വടക്ക് കിഴക്ക് കൊണ്ടുവച്ചിട്ടാണ്. എന്നിട്ട് ഇവർ ചെയ്യുന്ന പരിപാടി, ഈ വടക്ക് കിഴക്ക് കുറേ ദിവസം ഇതിങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് വൃത്തികേടായി കഴിയുമ്പോൾ അവർ അത് ഏതെങ്കിലും പക്ഷികൾ വന്ന് തിന്നാൽ, ഇല്ലെങ്കിൽ അത് തന്നെ അവിടെ കിടക്കുകയാണ്. ആ വടക്കിഴക്ക് ഭാഗത്ത് കിടക്കുകയാണ്. അടുക്കളയുടെ മാലിന്യം വന്ന് ഒരിടത്ത് മറിയുന്നു. ഒരു കുഴി കുടിച്ചിട്ടുണ്ട്. അവിടെ തന്നെ പൂച്ചകൾ വന്ന് ഭക്ഷണം കഴിക്കുന്നു. അത് മത്സ്യമാംസാദികളൊക്കെ അതിൻ്റെ അവശിഷ്ടം അവിടെ ഉണ്ടായിരുന്നു, കാണാമായിരുന്നു. അപ്പോൾ ഇത് നല്ല കെട്ടിടത്തിനകത്താണോ അത് ഉള്ളത്? കെട്ടിടത്തിൽ ഒരു പരമാവധി ദോഷങ്ങളില്ലാന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ വടക്ക് കിഴക്ക് ഭാഗം യാതൊരു കാരണവശാലും അത് മലിനപ്പെടാൻ പാടില്ല. അത് മലിനപ്പെട്ടാൽ എന്തൊക്കെയാണ് ഫലം നമുക്ക് നോക്കാം. വടക്ക് കിഴക്ക് ഭാഗം മലിനപ്പെട്ടാൽ
മുമ്പേ ഞാൻ ഉദാഹരണം കാണിച്ചു. ശിരോരോഗങ്ങൾ വലിയ ഘടകമാണ്. ഭയങ്കരമായ ശിരോരോഗങ്ങളുണ്ടാകും. അവിടുത്തെ ജീവിതം അധപ്പതനത്തിലായിരിക്കും. രോഗങ്ങളും പ്രതിസന്ധികളും അസ്ഥിരതകളും നമ്മളെ ബാധിച്ചു കൊണ്ടേയിരിക്കും. കുടുംബത്തിലെ ഓരോരുത്തരും ഓരോ വഴിക്കായിരിക്കും. ഗൃഹനാഥന് സ്ഥിരതയുണ്ടാകില്ല. ഗൃഹനാഥന് സ്ഥിരമായി ഉള്ള ജോലി ഉണ്ടെങ്കിൽ നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. തുടർച്ചയായി ബന്ധങ്ങൾ അകന്നു പോകുന്നത് കാണാം. ഉദര രോഗങ്ങളുണ്ടാകുന്നത് കാണാം. ഹൃദയ രോഗങ്ങളുണ്ടാകുന്നത് കാണാം. പെട്ടെന്നുള്ള മരണങ്ങളൊക്കെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. വാഹനാപകട സാധ്യതയും വളരെയേറെയാണ്. അപ്പോൾ വടക്ക് കിഴക്ക് ഭാഗത്ത് യാതൊരു കാരണവശാലും ഇതേപോലുള്ള ജീവികൾ ഭക്ഷണം കൊടുക്കുക, അതുപോലെ തന്നെ അവിടെ അടുക്കള മാലിന്യം ഇടുക. ഒപ്പം തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരുപാട് സ്ഥലങ്ങളിൽ ഞാൻ കണ്ട, അത് ഏറ്റവും കൂടുതൽ ഞാൻ കണ്ട് തമിഴ്നാട്ടിലായിരുന്നു. കേരളത്തിൽ അത് വളരെ കുറവാണ്, എന്നാലും ഉണ്ട്, ചിലയിടത്തൊക്കെ ഉണ്ടായിരുന്നു. ഈ തെക്ക് പടിഞ്ഞാറ് വശങ്ങളിൽ കുഴിയെടുക്കുക. അപ്പോൾ ആക്ച്വലി അവിടെ സംഭവിക്കും, തെക്ക് പടിഞ്ഞാറ് വശങ്ങൾ യാതൊരു കാരണവശാലും മലിനപ്പെടാൻ പാടില്ല എന്നുള്ളതാണ്. ആ തെക്ക് പടിഞ്ഞാറ് വശങ്ങളിലെ ഊർജം അത്തരമാണ്. തെക്ക് പടിഞ്ഞാറ് വശങ്ങളിൽ ധാരാളം സ്ഥലങ്ങളിലുണ്ട് സെപ്റ്റിക് ടാങ്കുണ്ട്. പടിഞ്ഞാറെന്ന് പറയുന്നത്, പടിഞ്ഞാറും തെക്കും കുഴികൾ വന്നാൽ അത് മലിനപ്പെടുക കൂടി ചെയ്യുകയാണ് അവിടെ. അപ്പോൾ തെക്കും പടിഞ്ഞാറും വശത്ത് സെപ്റ്റിക് ടാങ്ക് വരാൻ പാടില്ല. വടക്ക് കിഴക്ക് ഭാഗത്ത് സെപ്റ്റിക് ടാങ്ക് വരാൻ പാടില്ല. വടക്ക് കിഴക്ക് ഭാഗത്ത് കുളിമുറി മാലിന്യമോ അല്ലെങ്കിൽ അടുക്കള മാലിന്യമോ വരാൻ പാടില്ല. വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. തെക്ക് പടിഞ്ഞാറൊക്കെ ഇതുപോലെ മലിനപ്പെട്ട് വരുമ്പോൾ കോശങ്ങൾ മുറിഞ്ഞു പോകുന്ന, അഥവാ കോശങ്ങളുമായി ബന്ധപ്പെട്ടുള്ള അസുഖങ്ങൾക്ക് വളരെയേറെ സാധ്യതയാണ്. മാനസിക രോഗങ്ങൾക്ക് വളരെയേറെ സാധ്യതയാണ്. അസ്ഥിരോഗങ്ങൾക്ക് വളരെയേറെ സാധ്യതയാണ്. അപ്പോൾ തെക്കും പടിഞ്ഞാറും ഒക്കെ കുഴികളുണ്ടെങ്കിൽ നിർബന്ധമായിട്ടത് മൂടിയിട്ട് വടക്ക് പടിഞ്ഞാറിലെ വടക്കിലേക്ക് കൊണ്ടുപോകണം. സെപ്റ്റിക് ടാങ്കിൻ്റെ യഥാർത്ഥ സ്ഥാനം അവിടെ തന്നെയാണ്. വടക്ക് പടിഞ്ഞാറിലെ വടക്കിലേക്കാണ് ടാങ്ക് കൊണ്ടുപോകേണ്ടത്. ഇവിടെ നമ്മൾ ഉൾക്കൊള്ളേണ്ട ഒരു കാര്യം, ഇവിടെ ഈ വടക്ക് കിഴക്ക് ഭാഗം മലിനപ്പെട്ട് കഴിഞ്ഞാൽ ആക്ച്വലി ഒരു വീടിൻ്റെ ഏറ്റവും ഹൃദയഭാഗമാണത്. നിങ്ങളൊക്കെ ചില വാസ്തു പുസ്തകങ്ങൾ, പഴയ പാരമ്പര്യ വാസ്തു പറയുന്ന ചില പുസ്തകങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ആ പുസ്തകത്തിൻ്റെ പുറംചട്ട തന്നെ, അതിൻ്റെ ആ ബുക്കിൻ്റെ തുടക്കം തന്നെ, ആ ഫ്രണ്ട് പേജ് തന്നെ ഒരു വാസ്തു പുരുഷ സങ്കല്പമാണ് കാണാൻ പറ്റുക. അപ്പോൾ ഒരു വാസ്തു പുരുഷൻ കിടക്കുന്നു എന്നാണ് കാണുക. അപ്പോൾ വാസ്തു പുരുഷൻ കിടക്കുമ്പോൾ വാസ്തു പുരുഷന് തല വരുന്ന ഭാഗമാണ് വടക്ക് കിഴക്ക് ഭാഗം. അത് വടക്ക് കിഴക്കുന്ന തെക്ക് പടിഞ്ഞാറിലേക്കാണ് വാസ്തു പുരുഷൻ കിടക്കുന്നത്. അത് ജനങ്ങൾക്കുള്ള വലിയ ഒരു ബോധനമാണ് ആ ചിത്രം എന്ന് പറയുന്നത്. വടക്ക് കിഴക്ക് തലേന്നൊക്കെ പറഞ്ഞ് കാണിച്ചു കൊടുക്കുകയാണ്. കാര്യം ഈ ഭാഗം ശുദ്ധമാകേണ്ടതാണ്. ആരെങ്കിലും നമ്മുടെ മുഖത്തും തലയിലൊക്കെ നമ്മൾ കുഴി കുഴിച്ചു വെക്കുമോ? നമ്മുടെ മുഖത്ത് മുറി ഉണ്ടായാൽ എങ്ങനെ ഇരിക്കും? അതുപോലെയാണ്. അപ്പോൾ ഈ തല അവിടെ സങ്കല്പിച്ചേക്കുന്നത് ഇത് മനുഷ്യനറിയാൻ വേണ്ടിയാണ്. പഴയ വിജ്ഞാനികൾ, പഴയ നമ്മുടെ എന്താ പറയുക, നമ്മുടെ പൂർവ്വപിതാക്കന്മാർ അവർ കണ്ടെത്തിയ, നിരീക്ഷണങ്ങളിലൂടെ, പരീക്ഷണം ഒന്നും പറ്റില്ല, സയൻസൊക്കെ വളരെ എപ്പോഴല്ലേ സയൻസ് ഡെവലപ്മെൻറ്റൊക്കെ, അല്ലെങ്കിൽ നമ്മുടെ ഇൻഡസ്ട്രിയൽ റെവല്യൂഷനും സയൻസും ഒക്കെ ഡെവലപ്പായി വരുന്ന കാലഘട്ടം കുറേ വൈകിയല്ലേ. അതിനുമൊക്കെ ഒരുപാട് മുമ്പേ നമ്മൾ ഭാരതത്തിലെ ഭൂമി ഉരുണ്ടതാണെന്ന് ഭാരതം കണ്ടെത്തിയിട്ടുള്ളതാണ്. അതേപോലെ തന്നെ ഭാരതത്തിലുണ്ടായിരുന്ന ഒരു വലിയ ഒരു സ്റ്റഡിയായിരുന്നു വടക്ക് കിഴക്ക് ഭാഗത്തെ എപ്പോഴും നമ്മൾ ഏറ്റവും സുന്ദരമായി ശുചിയായി കരുതിയിരിക്കുക എന്നുള്ളത്. അപ്പോൾ അങ്ങനെ അവിടെ വടക്ക് കിഴക്ക് ഭാഗം ശുചിയാകേണ്ട ഇടമാണ് അവിടം. ആ ശുചിയാകേണ്ട ഭാഗത്ത് ദുർമണം വന്നാൽ, അല്ലെങ്കിൽ അവിടെ ഉണ്ടാകുന്ന മോശമായ അഴുക്ക് കറന്നതാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ദോഷമായി ഭവിക്കും. ഞാൻ ആ കണ്ണൂർ പറഞ്ഞ വീട് ഒരു ഉദാഹരണം മാത്രം. അങ്ങനെ ഒരുപാട് വീട് ഞാൻ പോയിട്ടുണ്ട്. അവിടെ എനിക്ക് കണ്ണൂരോട് എടുത്തു പറയാൻ കാര്യം വെച്ചാൽ, അവിടെ ഈ പൂച്ചകളെ ഒരുപാട് വളർത്തുന്നുണ്ട്. ആ പൂച്ചകൾ ഇവിടെ അതിൻ്റെ രോമവും അതും ഇതെല്ലാം കൂടുതലായി ആ വീടിനെ ഞങ്ങൾ അഴുക്കുകൊണ്ട് ബാധിച്ചു. അപ്പോൾ അവിടെ രോഗമില്ലാത്ത ആരുമില്ല. 2 തവണയും 3 തവണയൊക്കെ ഗൃഹനാഥന് ജോലി കിട്ടി, 3 തവണയും ജോലി ഇല്ലാതായിപ്പോയി. ഒരരക്ഷിതമായ ലൈഫാണ്. ആർക്കും ആരുടെയും സ്നേഹമൊന്നും ഇല്ലാത്ത, പറയുന്ന കാര്യങ്ങൾ കൃത്യമായി ചെയ്യാനാണ്. അത് പാലക്കാടും കണ്ടിട്ടുണ്ട്.
പാലക്കാട് കണ്ടിട്ടുണ്ട്, അതുപോലെ അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ കണ്ടിട്ടുണ്ട്. പിന്നെ കേരളത്തിൽ അങ്ങോളം ഇങ്ങനെ പലയിടത്തും വരുന്ന അബദ്ധമാണ് തെക്കും പടിഞ്ഞാറും കുഴി കുഴിക്കുക. തെക്കും പടിഞ്ഞാറും കുഴി കുഴിക്കുമ്പോൾ അത് മലിനപ്പെടുകയാണ്, അത് മനസ്സിലാക്കണം. പിന്നെയും ശ്രദ്ധിക്കണം. ഇതേപോലെ തന്നെയാണ്. അപ്പോൾ ഈ വടക്ക് കിഴക്കിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡാണല്ലോ തെക്ക് പടിഞ്ഞാറ്. ആ തെക്ക് പടിഞ്ഞാറും മലിനപ്പെടാൻ പാടില്ല. തെക്ക് പടിഞ്ഞാറിലെ വസ്തുവും മലിനപ്പെടാൻ പാടില്ല. തെക്ക് പടിഞ്ഞാറിലാണ് നമ്മുടെ കന്നിമൂല എന്ന് പറയുന്നത്. കന്നിമൂലയിൽ നിങ്ങൾക്ക് എന്താ പറയുക, നിങ്ങൾക്ക് പിന്നെ ഏത് തരമുള്ള പാറയോ കല്ലോ കട്ടയോ ഒക്കെ വെക്കാം. പക്ഷെ ഒരിക്കലും ജൈവ മാലിന്യങ്ങൾ അവിടെ ഇടാൻ പാടില്ല. തെക്ക് പടിഞ്ഞാറ് മൂല കന്നിമൂലയാണ്. ആ കന്നിമൂല എന്ന് പറഞ്ഞാൽ വളരെ സ്ട്രോങ് ആയി നിൽക്കേണ്ട മൂലയാണ്. വീടിനെ ശക്തിയാക്കുന്ന, വീടിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നവരെ ശക്തിയാക്കുന്ന മൂലയാണ് കന്നിമൂല. ആ കന്നിമൂലയും മലിനപ്പെടാൻ പാടില്ല. അവിടെ നിങ്ങൾക്ക് ഏത് കരമാലിന്യങ്ങളും ഇടാം, അത് ഭാരമായി തീരും. പക്ഷേ അവിടെ നിങ്ങൾ യാതൊരു കാരണവശാലും കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ ബാക്കിയോ വേസ്റ്റുകളോ അങ്ങനെയുള്ള ഒന്നും കൊണ്ടിടാൻ പാടില്ല. അതും നിങ്ങളുടെ ഒരു തുടർശീലമായി കൊണ്ടുപോകേണ്ടതാണ്. ഈ ശീലങ്ങൾ തന്നെ എടുത്താൽ അത് വലിയ വാസ്തു ഗുണത്തെ പ്രദാനം ചെയ്യും. ഇപ്പം ഞാൻ വടക്കുകിഴക്ക് ഭാഗത്തുള്ള എൻ്റെ കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ വടക്കുകിഴക്ക് ഭാഗത്ത് ഇതുപോലൊക്കെ ഉള്ള മാലിന്യക്കുഴിയൊക്കെ വന്നു കഴിഞ്ഞാൽ ആ വീടിൻ്റെ സാമ്പത്തികവും ശാരീരികവും ആരോഗ്യപരവുമായി വളരെ മോശാവസ്ഥയിലായിരിക്കും ആ വീട്. ഈ തെക്ക് പടിഞ്ഞാറ് അങ്ങനെ വന്നാലോ മാനസിക പ്രശ്നങ്ങളുണ്ടെങ്കിൽ തന്നെ അസ്ഥിരോഗങ്ങളുണ്ടാകും, ക്യാൻസർ പോലുള്ള അസുഖങ്ങളുണ്ടാകും, വീട്ടിലെ ഒരു തലമുറ തന്നെ കെട്ടുപോകുന്ന സ്ഥിതി ഉണ്ടാകും, വിഷമങ്ങൾ തന്നെ ഉണ്ടാകും, വഴക്കൊഴിഞ്ഞൊരു നേരം ആ വീട്ടിൽ ഉണ്ടാവില്ല. അപ്പോൾ തെക്കും പടിഞ്ഞാറും കുഴികളും വരാൻ പാടില്ല, കന്നിമൂല മലിനപ്പെടാൻ പാടില്ല, ഈശാനമൂല മലിനപ്പെടാൻ പാടില്ല. അപ്പോൾ ഇതൊരു എന്താ പറയുക, ഇതൊരു നമ്മുടെ ഒരു ദിനചര്യയാക്കി എടുത്താൽ നിങ്ങൾക്ക് എല്ലാവർക്കും ആരുടെയും സഹായമില്ലാതെ നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാവുന്നതാണ് ഈ കാര്യം. ഇപ്പം ചില ആളുകൾ ചില വീട്ടിലൊക്കെ നമ്മൾ കയറുമ്പോൾ അതുകൂടി പറയാതെ പറ്റില്ല. ചില വീട്ടിലൊക്കെ നമ്മൾ പോകുമ്പോൾ ഈ വീടിൻ്റെ വടക്ക് കിഴക്ക് ഭാഗത്ത്, കിഴക്കോട്ട് നിൽക്കുന്ന വീടിനൊക്കെ മിക്കവാറും സ്വിച്ചോട്ടൊക്കെ വരുന്ന വടക്ക് കിഴക്ക് ഭാഗത്തൊക്കെ ആയിരിക്കും. ഈ വടക്ക് കിഴക്ക് ഭാഗത്തൊക്കെ ഒരുപാട് വീടുകളിൽ ഈ പിന്നെ മീൻ വളർത്തുന്ന അക്വേറിയം വെച്ചിട്ടുണ്ട്. ആക്ച്വലി ഈ അക്വേറിയം വടക്ക് കിഴക്ക് ഭാഗത്ത് വയ്ക്കുന്നത് ഒന്നാമത്തെ ഭാരം കൂടുതലുണ്ട്, അതിനകത്ത് മത്സ്യത്തിൻ്റെ അഴുക്ക് ഭയങ്കരമായിട്ട് ഉണ്ടാകുന്നൊരു ഭാഗമാണ്. വീടിനുള്ളിൽ വടക്ക് കിഴക്ക് ഭാഗത്തായിട്ട് അക്വേറിയം വെക്കുന്നതും തികച്ചും ഗുണകരമല്ലാത്ത ഒരു വാസ്തുവിന്യാസമാണ്. അതുകൂടി നിങ്ങൾ തിരിച്ചറിയണം. എന്തു തന്നെയായാലും ഈ ഒരു വൃത്തി വടക്ക് കിഴക്ക് ഭാഗത്ത് തുളസി നട്ടുപിടിപ്പിക്കണം, അവിടെ ഊർജം കൂടുതലായി വരും. വടക്ക് കിഴക്ക് ഭാഗത്ത് കറിവേപ്പില വെച്ച് പിടിപ്പിക്കുക. വടക്ക് കിഴക്ക് ഭാഗത്ത് 3 അടിയിൽ കൂടുതൽ വളരാത്തുള്ള ചെടികൾ, പൂക്കൾ നിർമ്മിക്കാം. വടക്ക് കിഴക്ക് എപ്പോഴും സുഗന്ധപൂരിതമാകണം. വടക്ക് കിഴക്ക് സുഗന്ധപൂരിതമായാൽ, പൂക്കൾ കൊണ്ടും മണം കൊണ്ടും വടക്ക് കിഴക്ക് ഭാഗം സുഗന്ധപൂരിതമായാൽ ആ വീട് അതുപോലെ സുഗന്ധപൂരിതമായി ഐശ്വര്യമായി മാറും. നല്ല കുടുംബ ജീവിതവും സാമ്പത്തിക പ്രതിസന്ധികളില്ലാത്ത അവസ്ഥയും നല്ല ആരോഗ്യവും നല്ല വീട് തന്നെ ഒരു എന്താ പറയുക, ഒരു ആനന്ദത്തിൻ്റെ അന്തരീക്ഷത്തിലേക്ക് പോകുന്നത് കാണാം. അതിന് ഓപ്പോസിറ്റ് ആണെങ്കിൽ ഞാൻ ഈ പറഞ്ഞതിൻ്റെ ഒക്കെ ഓപ്പോസിറ്റ് ആവും. വീട്ടിലെ അമ്മമാരും വീട്ടിലെ ആളുകളും എല്ലാവരും ഒറ്റക്കെട്ടായി ഒരുമിച്ച് ചേർന്ന് സ്ഥിരമായി ചെയ്യേണ്ട ഒരു ഒരു വാസ്തുവിജ്ഞാനം ഇത് തന്നെയാണ്. അപ്പോൾ ഈ ഒരു അറിവ് നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിലെല്ലാം പ്രാവർത്തികമാക്കുക. ഒപ്പം തന്നെ നിങ്ങളുടെ മക്കൾക്കും നിങ്ങളുടെ ബന്ധുക്കൾക്കും നിങ്ങളുടെ അയൽക്കാർക്കും ഒക്കെ പറഞ്ഞു കൊടുക്കുക. നിങ്ങളുടെ വടക്ക് കിഴക്കിനെ നിങ്ങൾ വൃത്തിയാക്കിയിടുക. തെക്കും പടിഞ്ഞാറും കുഴികൾ വരാതെ നോക്കുക. തെക്ക് പടിഞ്ഞാറ് മലിനപ്പെടാതെ നോക്കുക. അപ്പോൾ ശുദ്ധമായിരിക്കേണ്ട സ്ഥലം അശുദ്ധമായാൽ അത് ജീവിതത്തെ തന്നെ മാറ്റിമറിക്കും. നിങ്ങൾ വളരെ ഇന്നു മുതൽ തന്നെ, നിങ്ങൾ ഈ വീഡിയോ ഇന്ന് കാണുന്നുണ്ടെങ്കിൽ ഇന്നു മുതൽ തന്നെ നിങ്ങളുടെ വീടിൻ്റെ ഈ പരിസരങ്ങളിൽ ശുദ്ധിയാക്കണം. ഈ പരിസരങ്ങൾ ശുദ്ധിയാക്കണം ഞാൻ പറയുമ്പോൾ വടക്ക് കിഴക്ക് മാത്രമല്ല, നിങ്ങളുടെ വീടിൻ്റെ പരിസരം മുഴുവൻ ശുദ്ധിയാക്കിയിട്ടാൽ അത്രയും ഐശ്വര്യമാണ്. എന്നാൽ സെപ്റ്റിക് ടാങ്കും കുളിമുറിലെ വെള്ളമൊക്കെ നമുക്ക് കൊടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നമുക്ക് വടക്ക് പടിഞ്ഞാറിലെ വടക്ക് ഏരിയ അതിനുവേണ്ടി മാറ്റിവെക്കാൻ കഴിയും. ഈ വിജ്ഞാനം കൂടി നിങ്ങൾ സ്വീകരിക്കുക. ഇതൊരു ചെറിയ കാര്യമല്ല, വലിയ കാര്യമായി കണ്ട് നിങ്ങളെല്ലാവരും പ്രാവർത്തികമാക്കണമെന്ന് ഒന്നുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.